ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ പോകുന്നു. എൻ്റെ കാര്യങ്ങളുമെല്ലാം ഭംഗിയായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തമ്മിലിൽ കണ്ട് കാണും. അതായത് ടീച്ചിങ് ജോബിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചിരുന്നാൽ എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഓണത്തിന് മുന്നേ ആണ് എനിക്കൊരു കോള് വന്നിരുന്നു. എനിക്കറിയാവുന്ന ഒരു കുട്ടി തന്നെയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ BEd കഴിഞ്ഞ് ഇങ്ങനെ ടീച്ചിങ് ജോബിന് ഒരു സ്കൂളിലേക്ക് കയറി. അപ്പോൾ അവിടെ ആക്ച്വലി അതിന് നല്ല പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അവിടെ പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് അത്യാവശ്യം കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ടോപ്പിക് എടുത്ത് എന്തുകൊണ്ട് എന്നാൽ ചെയ്തുകൂടാ എന്നിങ്ങനെ ആലോചിച്ചത്. അതായത് ഇപ്പോൾ BEd കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളാണെങ്കിലും ഇനി ടീച്ചിങ് ജോബ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു ഫീൽഡിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ മൈൻഡ് പല രീതിയിലായിരിക്കും. ചിലർ ഭയങ്കര സന്തോഷിച്ചിരിക്കുകയായിരിക്കും, ചിലർ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും, ചിലർ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും, ചിലരൊരു മിക്സ്ഡ് ഫീലിംഗ് ഓഫ് ഇമോഷൻസ് കാണും. എങ്ങനെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ഓർത്തോളുക, നമുക്കെല്ലാവർക്കും ഈ ഒരു ലൈഫാണ് ഉള്ളത്. നമ്മൾ ഈ മൊമെൻ്റാണ് ജീവിക്കുന്നത്. അപ്പോൾ ലിവ് ഇൻ ദ പ്രസൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് ഓർത്ത് ആലോചിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കുകയൊന്നും നിൽക്കണ്ട. ഇപ്പോഴത്തെ മൊമെൻറ്റ് ആലോചിക്കുക. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി നമ്മൾ ടീച്ചിങ് ജോബിൻ്റെ കുറച്ച് റിയാലിറ്റീസ്, അതായത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിയാലിറ്റീസും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മക്കളെ, ഏത് ജോബാണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്, ഡിഫിക്കൽട്ടീസും ഉണ്ട്. അതിപ്പോൾ ടീച്ചിങ് എന്നല്ല, ഏത് ജോബാണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടീസും ഉണ്ട്. ഓക്കെ, നമ്മളാരും അധികം പ്രയോറിറ്റി കൊടുക്കാത്തതാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മ ചെയ്യുന്ന ജോലിക്കൊക്കെ. ആക്ച്വലി അമ്മയോട് ചോദിക്കുമ്പോൾ അറിയാം ഒരു വീട് മാനേജ് ചെയ്യാൻ എത്ര ഡിഫിക്കൽട്ടാണെന്നുള്ളതെന്ന് അല്ലേ? അപ്പോൾ അതേപോലെയാണ് ഏതൊരു ജോബിനും ഞാൻ നോക്കിയെടുത്തോളം ഏറ്റവും പാടുള്ള പണിയെന്ന് പറയുന്നത് ഒരു വീട് മാനേജ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അതാരും പുറത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ആക്ച്വലി അതിന് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഒരു പണിയും എളുപ്പമുള്ളതല്ല. ഓക്കെ, പിന്നെ പൊതുവേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ടീച്ചിങ് ഭയങ്കര ഈസി അല്ലേ എന്നുള്ളത്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ടീച്ചിങ് ഫീൽഡിനെ പറ്റി അറിയാൻ വയ്യാത്തത് കൊണ്ടാവാം അവരതിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പം എനിക്കിപ്പോൾ എൻജിനീയറിങ് ഫീൽഡ് എനിക്ക് എളുപ്പമാണോ പാടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനത് പഠിച്ചിട്ടില്ല. എനിക്കറിയില്ല അവരെ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എനിക്ക് വേണമെങ്കിൽ വെറുതെ തട്ടിവിടാം, എൻജിനീയറിങ് എന്താ എളുപ്പമല്ലേ എന്നുള്ളതെന്ന്. എന്താ 5-6 സ്കെയിലെടുത്ത് വരയ്ക്കുന്നു, വൈകിട്ട് വരുന്നു, ഫ്രീ ആയിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ പറയാനുള്ള ഇത് നമുക്കില്ല. കാരണം അവർ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണ്, കഷ്ടപ്പാട് എന്താണ് എന്നുള്ളതെന്ന് നമുക്കറിയില്ല അല്ലേ? കാരണം ഞാൻ ഫീൽഡ് പഠിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് ഞാൻ പല കോമൻസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ടീച്ചിങ് അല്ലേ അത് ഭയങ്കര എളുപ്പമല്ലേ എന്നുള്ളതെന്ന്. അങ്ങനെയല്ല, എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്, ഡിഫിക്കൽട്ടീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് ചാലഞ്ച് എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ടീച്ചിങ് ഫീൽഡിൽ ഇറങ്ങുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് നിങ്ങൾ ചെല്ലുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന, അടങ്ങി ഒതുങ്ങി ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്ന, നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ കാതോർത്ത് കണ്ണും നട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും അവിടെ ഇരിക്കുന്നതെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ പിന്നെയും കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ നമ്മളൊരു ടീച്ചിങ് റിയാലിറ്റിയിലേക്ക് എന്താ പറയണ്ട, ആ ഒരു തട്ടകത്തിലേക്ക് ഇറങ്ങി കളിക്കുമ്പോഴത്തേക്കും കളി എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനേ പാടില്ല. കാരണം കുഞ്ഞുങ്ങളാണ്, അവരെപ്പോഴും അങ്ങനെയാണ്. ഇല്ല കുരങ്ങന്മാരെ പോലെ ചാടിയൊക്കെ നിൽക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ബെഞ്ചിൻ്റെ മേളിൽ നിൽക്കുന്നതും പെൻ ഫൈറ്റ് നടത്തുന്നതും പേനയെടുത്ത് എറിയുന്നതും അതേപോലെ കസേര പൊക്കി ഇങ്ങനെ തലയിൽ നിൽക്കുന്നതും ഇങ്ങനെയൊക്കെ ഉള്ള, അതേപോലെ ബുക്കുകളെല്ലാം കൂടെ അടുക്കി ഇങ്ങനെ ചുമന്ന് ശബരിമലയ്ക്ക് പോകുന്ന പോലെ നിൽക്കുന്ന ആ ഒരു വേ ആയിരിക്കും നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. പ്ലസ് നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിരിക്കുകയും വേണം. അതാണ് ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പഴയ ചാക്കോ മാഷ് പരിപാടിയൊന്നും ഇപ്പം നടക്കത്തില്ല. ചൂരിലെടുത്ത് വെച്ച് 2 അടി കൊടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് സ്റ്റൈലിൽ നമുക്ക് പറ്റത്തേയില്ല. നമ്മൾ ഡിസിപ്ലിനും ആയിരിക്കണം, അതേപോലെ തന്നെ നമ്മൾ വളരെ ഫ്രണ്ട്ലിയും ആയിരിക്കണം. അതാണ് ആ ഒരു ഫസ്റ്റ് നമുക്ക് തരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ക്ലാസ് റൂം മാനേജ് ചെയ്യുക, നമ്മൾ ഒരേ സമയം ഇങ്ങനെ ഡിസിപ്ലിൻ കാണിക്കുകയും വേണം, എന്നാൽ കുട്ടികളോട് ചിരിച്ച് നിൽക്കുകയും വേണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. അത് കുറച്ച് പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വേണം പോവാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു വലിയ ക്ലാസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നതും കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 25-20 സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. ഇപ്പോൾ പുറത്തൊക്കെ ഉള്ള UAE സ്കൂൾസിലൊക്കെ ഒരു ക്ലാസ്സിൽ 30 ഉള്ളൂ. പക്ഷേ ഞാൻ നാട്ടിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ഒരു ക്ലാസ്സിൽ 40, 42, 45 സ്റ്റുഡൻസ് വരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. കാരണം മെയിൻ എന്ന് പറയുന്നത് നമുക്ക് വോയിസ് ഒരുപാട് റേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റാണ് ഫസ്റ്റ് നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സ് യൂഷ്വലി ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് ഗ്യാപ്സ് ആണ്, ഓർ ഫിൽ ദ ലേണിംഗ് ഗ്യാപ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ക്ലാസ് ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓരോ കുട്ടികളുടെയും, ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ആ ഓരോ കുട്ടികളുടെയും സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ പഴയ ചാക്കോ മാഷ് സ്റ്റൈലൊന്നും പറ്റത്തില്ല. ഓരോ കുട്ടികൾക്കും ഓരോ കാര്യങ്ങളോടായിരിക്കും ഇൻട്രസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ചിലർക്ക് സയൻസ് സബ്ജക്ട്സ് ആയിരിക്കും ഇൻട്രസ്റ്റ് ഉള്ളത്, ചിലർക്ക് സയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് ആർട്സ് സബ്ജക്റ്റ് ആയിരിക്കും, ചിലർക്ക് ഡാൻസും പാട്ടും ഒക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏത് ഫീൽഡിലാണോ ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റ്, അപ്പോൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ഇൻട്രസ്റ്റും കൂടി വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഫിൽ ദ ലേണിംഗ് ഗ്യാപ്സ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി കുറച്ച് ദിവസത്തേക്ക് അവധിയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഒരു ലേണിംഗ് ഗ്യാപ്പ് അവിടെ വന്നു. അപ്പോൾ ആസ് എ ക്ലാസ് ടീച്ചർ നമ്മൾ മറ്റ് ടീച്ചേഴ്സിനോട്, അപ്പോൾ ആ ഒരു കുട്ടിക്ക് മാത്സ് അതേപോലെ സയൻസ് സബ്ജക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരാഴ്ചത്തേക്കോ ഗ്യാപ്പ് വരുമ്പോഴേക്കും ഒരുപാട് കാണും കവർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ മിസ്സായി പോയ പോർഷൻസ് നമ്മൾ അവൻ്റെ സയൻസ് ടീച്ചറാണോ മാത്സ് ടീച്ചറാണോ ആരെയാണോ അത് പറഞ്ഞ് കൺസൾട്ട് ചെയ്ത് പ്രത്യേകം ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ക്യാച്ചപ്പ് ക്ലാസ്സസോ ഈസി ക്ലാസ്സസോ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും നമ്മൾ ടീച്ചേഴ്സിനുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ, അപ്പോൾ ചില സമയത്ത് നമ്മളും ഇതേപോലെ കുട്ടികൾക്ക് ഈസി ക്ലാസ്സസും ക്യാച്ചപ്പ് ക്ലാസ്സസും ഒക്കെ എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ പഠിപ്പിക്കുന്ന മറ്റു കുട്ടികളും ഇതേപോലെ വരുമല്ലോ, മറ്റ് വലിയ ക്ലാസ് ആവാം ചെറിയ ക്ലാസ് ആവാം, ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ചില സമയത്ത് രണ്ട് കുട്ടികളൊക്കെ 2 ക്ലാസ്സുകളിലായിട്ടുള്ള, ചിലപ്പോൾ ഒരു 5th സ്റ്റാൻഡേർഡും ചിലപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡും 2 ക്ലാസ്സുകളിലായിട്ടുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡിഫിക്കൽട്ടിയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇത്രയും ടൈമിനുള്ളിൽ തന്നെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ആ കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാസ്സസൊക്കെ വരുമ്പോഴേക്കും, അതും ഒരേ ക്ലാസ്സിൽ 2 കുട്ടികൾ തന്നെയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ 2 ക്ലാസ്സസൊക്കെ വരുമ്പോഴത്തേക്കും, ഒന്ന് 5th ഒന്ന് 8th അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചാലഞ്ച് തന്നെയാണ്. പിന്നെ നമ്മുടെ കുട്ടി, നമ്മൾ ആസ് എ ക്ലാസ് ടീച്ചർ നമ്മൾ മറ്റ് ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തല്ലോ, അപ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്തോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒരു റെക്കോർഡാക്കി വെക്കേണ്ടതായിട്ടുമുണ്ട്. ഓക്കെ, ഇത് എല്ലാ സ്കൂൾസിലും കാണത്തില്ല, എന്നിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാ CBSE സ്കൂളിലും ഈ റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതും ഒരു ചാലഞ്ച് തന്നെയാണ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റിനകത്തും ഒക്കെ വരുന്ന ചാലഞ്ച് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചിരുന്നാൽ വർക്ക് ലോഡ് ആൻഡ്
ടൈം മാനേജ്മെൻ്റ് ആണ്. ഇവിടെയാണ് മിക്ക ടീച്ചേഴ്സും പെട്ടുപോകുന്നതും ഏറ്റവും വലിയൊരു സ്ട്രഗിളും ഇവിടെ തന്നെയാണ്. നമുക്ക് ടീച്ചേഴ്സിന് വർക്ക് ലോഡ് കുറേ കാണും. അതായത് നമുക്ക് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടായിരുന്നാലും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ഇപ്പം ഞാൻ പറയുകയാണ്, നമുക്ക് പോർഷൻ കംപ്ലീഷൻ ഉണ്ട്, നോട്ട്ബുക്ക് കറക്ഷൻ ഉണ്ട്, നമ്മുടെ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം, നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം, നമ്മുടെ ലെസൺ പ്ലാൻ നമ്മൾ HOD കൊണ്ട് കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ആക്കി വെക്കണം. പിന്നെ ഇത് കൂടാതെ വരുന്ന എക്സ്ട്രാ ഡ്യൂട്ടീസ് ആണ്, എക്സാം ഡ്യൂട്ടീസ് ഉണ്ട്, എക്സാമിൻ്റെ സൂപ്പർവിഷൻ ഡ്യൂട്ടി ഉണ്ട്, പേപ്പർ കറക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്യണം, മാർക്ക് ലിസ്റ്റ് ഫ്രെയിം ചെയ്യണം, മാർക്കിംഗ് സ്കീം ഫ്രെയിം ചെയ്യണം, ബ്ലൂ പ്രിൻ്റ് ഫ്രെയിം ചെയ്യണം, അതേപോലെ ഇതിൻ്റെ എല്ലാം റിപ്പോർട്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇത് കൂടാതെ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാൻ കാണും. ഇപ്പം എൻവയോൺമെൻറ്റ് ഡേ ഉണ്ട്. ഇപ്പോൾ അങ്ങ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഓരോ ഡേയ്സാണ്. ഞാനന്ന് സ്കൂളിൽ പഠിച്ച സമയത്ത് ഇത്രയും ഡേയ്സ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ആകെ ഒരു ഓഗസ്റ്റ് 15 ഒരു ഗാന്ധി ജയന്തിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഇപ്പോൾ അങ്ങനെയല്ല. എൻവയോൺമെൻറ്റ് ഡേ, എയ്ഡ്സ് ഡേ, ഡോക്ടേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ എന്ന് വേണ്ട ഏത് ഡേയ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം ഓരോ ഇവൻറ്റ്സും നമ്മൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് കാണും. സയൻസ് ഡേ, ഇംഗ്ലീഷ് ഡേ, മാത്സ് ഡേ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഭയങ്കര പ്രഷർ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ ഈ വർക്ക് ലോഡ്സ് എല്ലാം നമ്മൾ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തീർക്കുക എന്ന് പറയുന്നത് ടീച്ചിങ് ജോബിൻ്റെ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ചാലഞ്ചസിനേക്കാളും ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് വർക്ക് ലോഡ് ആൻഡ് ടൈം മാനേജ്മെൻ്റ് ആണ്. ഒന്ന് ഓർക്കുക, ഈ വർക്ക് ലോഡ് ആൻഡ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ജോബിന് മാത്രമല്ല, എല്ലാ ജോബിനും ഈ പറഞ്ഞ വർക്ക് ലോഡും ടൈം മാനേജ്മെൻറ്റും ആ ഒരു ഡിഫിക്കൽട്ടി എല്ലാ ജോബിനും ഉണ്ട്. പിന്നെ ഞാൻ ടീച്ചിങ് ജോബിൻ്റെ ഓരോ വർക്ക് ലോഡ് എന്താണ് എന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാര്യം, അതായത് നമുക്ക് പേപ്പർ കറക്ഷൻ ഉണ്ട്, നോട്ട്ബുക്ക് കറക്ഷൻ ഉണ്ട്. ചില സമയം നമ്മൾ നോട്ട്ബുക്ക്സ് വീട്ടിലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കാരണം നമ്മളൊരു വീക്കിൽ അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ എത്ര ക്ലാസ്സിൻ്റെ എത്ര നോട്ട്ബുക്സ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം നമ്മുടെ HODക്ക്. അതിനുള്ള ലിങ്കൊക്കെ അവർ സെൻഡ് ചെയ്യും, അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോട്ട്ബുക്കൊക്കെ വീട്ടിലെടുത്തുകൊണ്ട് വന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പേപ്പർ ബണ്ടിൽസ് ചിലപ്പോൾ 6 ബണ്ടിൽ വരെ പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ എന്തെങ്കിലും ടെമ്പററി റീസൺസ് കൊണ്ട് ഒരു ലോങ് ലീവിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേപ്പറും കൂടി നമുക്ക് ഡിവൈഡ് ചെയ്ത് തരാറുണ്ട്. നമ്മൾ അതും കൂടി കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചിരുന്നാൽ, കാരണം പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ടീച്ചിങ് ജോബ് ഈസി അല്ലേ എന്നുള്ളതെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു ഡിഫിക്കൽട്ടീസൊക്കെ ഞാനൊന്ന് എടുത്ത് തന്നെ പറയുന്നത്. ടീച്ചേഴ്സായിട്ടുള്ളവർക്ക് ആൾക്കാർക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയല്ല, ഈ പറഞ്ഞ ജോബുകളൊന്നും ടീച്ചേഴ്സിന് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഒന്ന് കമൻറ്റ് ഇടുക. പ്രത്യേകിച്ച് CBSE സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ്. അപ്പോൾ എനിക്ക് CBSE സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പം ICC സ്കൂളിൽ ഡിഫറെൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ CBSE സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഈ വർക്ക് ലോഡും ടൈം മാനേജ്മെൻറ്റും ഒക്കെ എല്ലാ ജോബിനും ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസുമായിട്ടൊന്ന് ടാലിയായി പോകുക എന്നുള്ളതാണ്. നമ്മളൊരു ടീച്ചർ എന്നതിലുപരി നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് റോൾസാണ് നമ്മൾ അവിടെയും ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും സ്കൂളിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണൽ ലൈഫും ടീച്ചിങ്ങിലെ ആ ഒരു ജോബും എല്ലാം കൂടി മാനേജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ടൊരു ക്ലാഷ് വരാതെ കൊണ്ടുപോകാനായിട്ടും കൂടെ പറ്റണം. ഓക്കെ, അപ്പോൾ അത് ഒരു ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ അടുത്ത വലിയ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് പ്രഷർ ഫ്രം പാരൻസ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പാരൻസിനെന്ന് പറയുമ്പോൾ അവരുടെ കുട്ടികളെ അവർ അത്യാവശ്യം നല്ല സ്കൂൾസിലാണ് ഇപ്പോൾ ഇന്നത്തെ പാരൻസ് എല്ലാവരും ചേർത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ ഹാവ് ഹൈ എക്സ്പെക്റ്റേഷൻസ് അല്ലേ. അവരുടെ കുട്ടികളെ പറ്റിയിട്ട് അവർക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഒരു മാർക്ക് കിട്ടുമ്പോഴാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും എല്ലാം അവർക്ക് ഹൈ എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മൾ ഈ കുട്ടികളെ എത്തിക്കുക എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. ആ ലെവലിലേക്ക് ആ കുട്ടികൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻസ് റിയാക്ട് ചെയ്യും. അതിപ്പോൾ എല്ലാ സ്കൂൾസിലും അങ്ങനെയാണ്. കാരണം അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരും ഇത്രയും ഹൈ ഫീസൊക്കെ പേ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പേരൻസ് അത് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ആ പേരൻസിൻ്റെ ലെവലിലേക്ക്, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുക എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ആ ലെവലിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻസ് റെസ്പോണ്ട് ചെയ്യാറുണ്ട്.
ചിലപ്പോൾ ഡയറക്റ്റായിട്ട് മാനേജ്മെൻറ്റിനോട് കംപ്ലയിൻറ്റ് ചെയ്യും, ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറയും. അങ്ങനെയൊക്കെ ഉള്ള ചാലഞ്ചസ് ഉണ്ടാവാറുണ്ട്. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസംസ്, പേരൻസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസം ഒക്കെ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എസ്പെഷ്യലി PTA അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളതൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് സ്ട്രിക്റ്റ് റൂൾസൊക്കെ ഇൻസ്ട്രക്റ്റ് ചെയ്യാറുണ്ട്. അത് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിരുന്നാൽ ഇപ്പം ഒരു മാനേജ്മെൻറ്റ് അവരുടെ സ്കൂള് നല്ല ലെവലിലേക്ക് എത്താനായിട്ട്, എല്ലാം ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്, ഒരുപാട് സ്കൂൾസ് ഉണ്ട് അല്ലേ. അപ്പം എല്ലാ മാനേജ്മെൻറ്റും അവരുടെ സ്കൂള് നല്ല ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സ്ട്രിക്റ്റ് റൂൾസും ഇൻസ്ട്രക്റ്റ് ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ ചെയ്തെങ്കിലേ, ഇതെല്ലാം ഒരു തരം ബിസിനസ്സാണ് അല്ലേ. അപ്പോൾ ഒരുപാട് സ്കൂൾസ് ഉണ്ട്. അപ്പോൾ എല്ലാ സ്കൂൾസിനും അവരുടെ സ്കൂളിൽ നിന്ന് ഡിഫറൻ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് പല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും ഇൻസ്ട്രക്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിനിടയിൽ പെട്ടുപോകാറുമുണ്ട് കേട്ടോ. ഈ ഒരു ടൈം മാനേജ്മെൻറ്റിനുള്ളിൽ വർക്ക് ലോഡൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മളും പെട്ടുപോകാറുണ്ട്. പിന്നെ രണ്ടുപേരുടെയും, പേരൻസിനെയും മാനേജ്മെൻറ്റിൻ്റെയും ക്രിറ്റിസിസംസ് ചില സമയത്ത് വരാറുണ്ട്. അപ്പം ഇവരെ രണ്ടുപേരെയും നമ്മൾ അത്യാവശ്യം ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ പോവേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒരു ചാലഞ്ച് തന്നെയാണ് ഈ ഒരു ഫീൽഡിൽ. ഓക്കെ, ഇനി അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് അഡാപ്റ്റിംഗ് ടെക്നോളജിയാണ്. അതായത് ടീച്ചിങ് ഫീൽഡിലെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്കാണ് ഈ എപ്പോഴും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് ആദ്യം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ ആകുമ്പോഴേക്കും നമ്മളും ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളും അപ്ഡേറ്റ് ചെയ്തിരിക്കുക. അതേപോലെ ഒരു സൂം മീറ്റിംഗ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, ഗൂഗിൾ മീറ്റ് എങ്ങനെ നടത്തണം, അതേപോലെ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ ആപ്സൊക്കെ യൂസ് ചെയ്ത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് യൂസ് ചെയ്യുക, ഇതൊക്കെ എങ്ങനെ ചെയ്യണം, അതേപോലെ നമ്മളൊരു മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. ഓക്കെ, അപ്പോൾ ഓരോ ടെക്നോളജി അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ച് ടീച്ചേഴ്സും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിപ്പോൾ ഏത് ഏജ് ലിമിറ്റിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കേട്ടുകൊണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്ന ട്രെയിനിങ് ഒക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്കത് ഓർഗനൈസ് ചെയ്ത് തന്നോളും. അതെല്ലാ സ്കൂൾസും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് എന്ത് മാറിയിരുന്നിരുന്നാലും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും അടുത്ത വലിയൊരു ചാലഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഇമോഷണൽ ചാലഞ്ചാണ് കേട്ടോ. ഇത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ, പക്ഷേ എന്നാൽ ചില സമയത്ത് നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഇമോഷണൽ ചാലഞ്ച്, അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല അല്ലേ. ചില ദിവസങ്ങളിൽ നമ്മൾ തന്നെ മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആയിരിക്കും. എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഭയങ്കര എനർജറ്റിക് ഹാപ്പി ആവണം എന്നില്ലല്ലോ. ചില ദിവസങ്ങളിൽ നമ്മളും കുറച്ചൊന്ന് ഡൗൺ ആയിരിക്കും. അത് പ്രത്യേകിച്ച് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പേപ്പർ കറക്ഷൻ കാണും, നോട്ട്ബുക്ക് കറക്ഷൻ കിടക്കുന്നു, പോർഷൻ കംപ്ലീഷൻ കിടക്കുന്നു, ഇങ്ങനെ കുറേ ജോലികൾ കിടക്കുന്നതിൻ്റെ കൂടെ പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, എല്ലാ CBSE സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് അറിയായിരിക്കും, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പോകാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ടീച്ചർ ലീവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ക്ലാസ് മറ്റ് ടീച്ചേഴ്സിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അന്ന് പ്രസൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് സബ്സ്റ്റിറ്റ്യൂഷന് പോകുന്നത്. അപ്പം നമുക്കുള്ള വർക്ക്സിൻ്റെ കൂടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷനും പിന്നെ അതേപോലെ നമ്മൾ കുറച്ച് ഡൗൺ ആയി ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കയറുന്നത്. അപ്പോൾ കുട്ടികൾ മിസ്ബിഹേവ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ഇമോഷൻസ് ഒന്ന് മാറി നമ്മൾ ചിലപ്പോൾ ബേസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് നോക്കുക. അങ്ങനെ കുട്ടികളോട് പറഞ്ഞ് ചിലർ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇൻ കേസ് നമുക്ക് ചില സമയത്ത് നമ്മൾ കൺട്രോൾ വിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം പറ്റുമെന്നുണ്ടെങ്കിൽ കുട്ടികളെ അങ്ങ് സൈലൻ്റ് ആക്കി ഇരുത്തിയിട്ട് നമ്മൾ അന്നത്തെ ദിവസം ക്ലാസ് എടുക്കാതെ ഇരിക്കുക. എന്നാലും ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ച് കുട്ടികളോട് ആകെ ദേഷ്യപ്പെട്ട് അങ്ങനെ ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. അത് കാരണം എന്ന് വെച്ചിരുന്നാൽ അത് കുട്ടികൾക്ക് നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികളാണ് ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഞാനൊക്കെ 90s കിഡ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ വഴക്ക് പറഞ്ഞിരുന്നാലൊന്നും ഒരു നാണവും ഇല്ല കേട്ടോ. വഴക്കെല്ലാം നല്ല അന്തസ്സായിട്ട് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അടി കിട്ടിയാലും ഒന്നുമില്ല. ഞാനൊന്നും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല. എത്ര അടി വാങ്ങിയിട്ടുണ്ടെന്നറിയോ? നല്ല കുരുത്തക്കേടൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പം അടി കിട്ടിയിട്ടുണ്ട്, വഴക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്നും എൻ്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഇമോഷണലി ഭയങ്കര സ്ട്രോങ്ങുമാണ്.
പിന്നെ ആ ടീച്ചറിനോട് ദേഷ്യം അങ്ങനെയൊന്നുമില്ല. പിറ്റേന്നൊന്ന് വീണ്ടും ഹായ് മിസ്സേ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും സംസാരിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ ഇമോഷണലി വീക്കാണ്. അവർക്ക് ഇങ്ങനെ ടീച്ചർ പെട്ടെന്ന് വഴക്ക് പറയുന്നതോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയുന്നതോ ഒന്നും അങ്ങനെ പണ്ടൊക്കെ നമ്മൾ നിന്നതുപോലെ സഹിച്ച് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ ഒരു ഇത്രയും വർഷത്തെ ഒരു ജേണി വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇമോഷണലി കുഞ്ഞുങ്ങൾ കുറച്ച് വീക്കാണ് ഇപ്പോഴത്തെ. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കോ അറിയത്തില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ പേരൻസൊക്കെ അങ്ങനെ പണ്ടത്തെ പോലെ അങ്ങനെ ആരും വഴക്കൊന്നും കുട്ടികളെ പറയാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവർ കുറച്ചുകൂടി വീക്കാണ്. ചിലപ്പോൾ ഈ കുട്ടികൾ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ദേഷ്യത്തിന് എന്താ പോയി കാണിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ മെൻ്റലി പറ്റുന്നില്ല, നിങ്ങൾ ഭയങ്കര ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആ കുട്ടികളെ ഒന്ന് റിലാക്സ് ആക്കി ഇരുത്തിയേക്കുക. പോർഷൻസ് ഒന്നും അന്നേരം എടുക്കാനായിട്ട് നോക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ മൈൻഡ് റെഡിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നും ശരിയാവത്തില്ല കേട്ടോ. കാരണം നമ്മളെല്ലാം ആഫ്റ്റർ ഓൾ മനുഷ്യരാണ് അല്ലേ. എപ്പോഴും ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും ഒന്നും ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് അന്ന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതും കൂടി ചേർത്തെടുത്താൽ മതി കേട്ടോ. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സെൽഫ് ഡെവലപ്മെൻ്റ് ആണ്. ഇത് എല്ലാ ഫീൽഡിലും ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് സെൽഫ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് നമ്മൾ സബ്ജക്റ്റ് നോളേജ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചേഞ്ചസ് അക്കാഡമിക് പരമായിട്ട് വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ ട്രെയിനിങ്ങും കോഴ്സസും ക്ലാസ്സസും എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഹെവി ചാലഞ്ച് അല്ല, പക്ഷേ ഇത് എല്ലാ ജോബിനും ഓൾമോസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് നമ്മുടെ ടീച്ചിങ് ജോബിനകത്തും ഉണ്ട്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ കരിക്കുലത്തിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മളും അപ്ഡേറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് മെയിനായിട്ടുള്ള ഒരു ടീച്ചിങ് ഫീൽഡിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് പോസിറ്റീവായിട്ട് കമൻറ്റ്സ് ഇടുന്നവരെയും സജഷൻസ് പറയുന്നവരോടൊക്കെ ഒരു വലിയ താങ്ക് യു. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ സമാധാനമായിട്ടും സന്തോഷമായിട്ട് പോവുക. എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതെല്ലാം പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മാറി വന്നോളും കേട്ടോ. ഒന്നിനെയും കുറിച്ച് അധികമായിട്ടൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.